പാൽപ്പായസം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരുപാട് നേരം അരി കുക്ക് ചെയ്ത് അതിനകത്തേക്ക് പാൽ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് കുക്ക് ചെയ്ത് ഒത്തിരി സമയം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് എളുപ്പത്തിലുള്ള ഈ പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കാണാം. അതിനായിട്ട് ഒരു കുക്കർ, പ്രഷർ കുക്കർ എടുക്കുക. എപ്പോഴും ഇച്ചിരി നല്ല ഹൈറ്റുള്ള പ്രഷർ കുക്കറാണ് നല്ലത്. ഞാൻ എൻ്റെ കയ്യിലുള്ളതിൽ വലുപ്പത്തിലുള്ള നോക്കി എടുക്കുകയാണ്. നമുക്ക് വേണ്ടത് ഉണക്കലരി. ഉണക്കലരി ഇതേപോലെ ഇരിക്കും. കഴുകുന്നതിന് മുമ്പ് ഈ ഒരു കളറായിരിക്കും. പായസ അരി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്കൊരു 1/4 കപ്പ് മതി. 1/4 കപ്പ് അരി എടുക്കുക. നന്നായിട്ട് കഴുകിയ ശേഷം അത് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 750 ml പാല്, 750 ml. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. 1 കപ്പ് വെള്ളം. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാരയാണ്. നന്നായിട്ട് മധുരം ഉണ്ടാവും 1/2 കപ്പ് ചേർത്താൽ. ഒത്തിരി മധുരം വേണമെങ്കിൽ 1/2 കപ്പിൽ കുറച്ച് താഴെയായിട്ട് എടുത്താൽ മതിയാവും. ഇനി പ്രഷർ കുക്കർ ഓണാക്കാം. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കുക. ഇതാകുമ്പോൾ നമുക്ക് വേറെ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇത് നടക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നല്ലൊരു തിള വരണം, അതുവരെ വെയിറ്റ് ചെയ്യുക. പാൽപ്പായസത്തിന് എപ്പോഴും ഒരു ചെറിയൊരു പിങ്കിഷ് കളറാണ് വരിക. അതെന്ന് പറഞ്ഞാൽ പഞ്ചസാര നമ്മൾ ഇതിനകത്ത് കിടന്ന് കുക്ക് ചെയ്ത് പാലും പഞ്ചസാരയുടെ കുക്ക് ചെയ്ത് അതിന് കളർ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ എപ്പോഴും ആ കുക്കിംഗ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല തിളയൊക്കെ വന്നു. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക, തീ കുറച്ച് വെക്കുക. അടുത്ത ശേഷം ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചേക്കുന്നത്. കാരണം അതിനകത്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്ത് നമുക്കൊരു ശബ്ദം വരും. ആ ഒരു ശബ്ദം വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഈ കുക്കറിനാണെങ്കിൽ ഇവിടെ ഇത് പൊങ്ങി വരും. ആ സമയം വരെ ഹൈ ഫ്ലെയിമിലിടുക. അതിന് ശേഷം മാത്രം തീ കുറയ്ക്കാവൂ. ഇതേപോലെ ഒരു ശബ്ദം വരുമല്ലോ. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ 4 ബർണർ സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുന്നവർ ഏറ്റവും ചെറിയൊരു അടുപ്പുണ്ടാവുമല്ലോ, അതേ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും തീ കുറവുള്ള അടുപ്പിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. പ്രഷറൊക്കെ പോയി തുറക്കാം. കണ്ടു, നല്ലൊരു പിങ്കിഷ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനൊരു തിക്നെസ്സും ഉണ്ട്. ഈ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 750 ml ഉണ്ടാവും. എപ്പോഴും ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കഴിയുന്നതും നമ്മുടെ പ്രഷർ വരാതിരിക്കാൻ നോക്കുക. ഇച്ചിരി വലിയ കുക്കറൊക്കെ ആണെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രഷർ വരുന്നത് അവോയ്ഡ് ചെയ്യാം. പ്രഷർ വന്നാലും ചില കേസിൽ കുഴപ്പമില്ല. ചില സമയത്തൊക്കെ അതിൻ്റെ പാടയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് ടെക്സ്ചർ വല്ലാണ്ട് കിടക്കും. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ഇപ്പോൾ ഇറച്ചിയൊക്കെ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഉടനെ എടുത്ത് ഇത് കുക്ക് ചെയ്യുവാണെങ്കിൽ പിരിയാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാവും. പുളിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ പിരിയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാല് നല്ല ഫുൾ ഫാറ്റ് പാൽ ഉപയോഗിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. പാൽപ്പായസം എളുപ്പത്തിൽ എങ്ങനെ കുക്കറിൽ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. എപ്പോഴും നമ്മൾ ലോങ് പ്രോസസ്സായിട്ട് കുക്ക് ചെയ്യുന്ന രുചി വേറെ തന്നെയാണ്. എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇതേപോലെ പ്രഷർ കുക്കറിൽ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.